ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സർവേയിങ്ങിൻ്റെ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി സർവേയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും കൂടുതൽ വീഡിയോസിൽ. അപ്പോൾ സർവേയിങ് നമ്മൾ ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എല്ലാ ദിവസവും ഇടും. അതിൻ്റെ കൂടെ എൻജിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് കൂടുതലും, അതായത് അസിസ്റ്റൻറ്റ് എൻജിനീയർ ലെവൽ എക്സാംസിനൊക്കെ വെയിറ്റേജ് കൂടിയ ഒരു ഭാഗമാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പം കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെൻറ്റ്, അഗ്രിഗേറ്റ്, വാട്ടർ, അത്ര തന്നെയുള്ളൂ. പിന്നെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, PCC എന്നും RCC എന്നും. PCC എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, അവിടെ അതിൻ്റെ താഴെ സിമെൻറ്റ് വരുന്നുണ്ട്, അഗ്രിഗേറ്റ് വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ട്രെഞ്ചൊക്കെ കുഴിച്ചിട്ട് ഏറ്റവും അടിയിൽ നമ്മൾ ഒരു ലെയർ ഓഫ് PCC ഇടാറുണ്ട്. ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ കാണാം. ഈ ഒരു ട്രെഞ്ചിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ PCC ഇടാറുണ്ട്. അതിൻ്റെ അകത്ത് ആകെ സിമെൻറ്റും അഗ്രിഗേറ്റും വാട്ടറും മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് RCC. അതാണ് ഏറ്റവും കൂടുതലായിട്ട് വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺക്രീറ്റിന് കംപ്രഷൻ നമുക്ക് ഒത്തിരി കൊടുക്കാൻ പറ്റും, പക്ഷേ കോൺക്രീറ്റ് ടെൻഷൻ അധികം ബിയർ ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു കോൺക്രീറ്റിൻ്റെ ഇൽ എഫക്റ്റ് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റും കൂടെ കൊടുക്കും. അതായത് സ്റ്റീൽ ബാർസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് RCC. നമ്മുടെ വീട്ടിലെയൊക്കെ ബീംസ്, കോളംസ്, സ്ലാബ്സ് ഇതെല്ലാം ചെയ്യുന്നത് RCC വഴിയാണ്. കോൺക്രീറ്റും സ്റ്റീലും കൂടെ ഉള്ള ആ ഒരു ഹെട്രോജീനിയസ് കോമ്പോസിഷനാണ് കോളംസിലും ബീംസിലും സ്ലാബ്സിലും ഒക്കെ ലോഡ് ബിയർ ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ RCC എന്താണ്, PCC എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള PSCയിലും കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഒക്കെ ചോദിക്കുന്ന കാര്യങ്ങളുമാണ്. RCC നമ്മൾ പ്രിഫർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ റീസൺ സ്ട്രെങ്ത് കൂടുതലാണ്, ഒത്തിരി നാൾ നിൽക്കും, ഡ്യൂറബിലിറ്റി കൂടുതലാണ്, നല്ല ഫയർ റെസിസ്റ്റൻസ് ഉണ്ട്, ഒരുവിധമൊക്കെ വെള്ളത്തിനെ പ്രൂഫ് ചെയ്യാൻ ലീക്ക് പ്രൂഫാണത്. സീസ്മിക് റെസിസ്റ്റൻസ് കൂടുതലാണ്, എർത്ത് വന്നു കഴിഞ്ഞാലും. ഓക്കെ, RCCയുടെ ഡിസെഫക്ട്സ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഹെവിയാണ്. ഓക്കെ, ആ സ്ട്രക്ചേഴ്സ് RCC വെച്ചുണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സിന് വെയിറ്റ് കൂടുതലാണ്. പിന്നെ സ്കിൽഡ് ലേബേഴ്സ് ആവശ്യമാണ്. അതിൻ്റെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസെഫക്ട്സ് ആയിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കോൺക്രീറ്റ് കംപ്രഷൻ എടുക്കും, സ്റ്റീല് ടെൻഷനാണ് എടുക്കുന്നത്. ഒരു ബീമിൽ ലോഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഒരു ബീം നമ്മൾ നോക്കുമ്പോൾ ലോഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് കംപ്രഷനും താഴത്തെ ഭാഗത്തായിട്ട് ടെൻഷനുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ താഴെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയും ആ ടെൻഷനെ റീഇൻഫോഴ്സ്മെൻറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുകയും അതുപോലെ കംപ്രഷനെ താങ്ങാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഭാഗമാണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. പല ഗ്രേഡുകൾ അവൈലബിൾ ആണ്. M5, M10, 15 അങ്ങനെ പല ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. M5 കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് M എന്ന് പറയുന്നത് മിക്സിങ്ങിനെ സൂചിപ്പിക്കുകയും 5 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് മിക്സിങ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. നോമിനൽ മിക്സിങ്ങും ഉണ്ട്, ഡിസൈൻ മിക്സിങ്ങും ഉണ്ട്. നോമിനൽ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്ന അതേപോലെ മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ സപ്പോസ് M5ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കോഡിൽ സ്പെസിഫൈ ചെയ്തേക്കുന്ന റേഷ്യോ 1:5:10 ആണ്. ഇതിൻ്റെ അകത്ത് 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈൻ അഗ്രിഗേറ്റ്സിൻ്റെ സിമെൻറ്റിൻ്റെ കോമ്പോസിഷൻ, 5 എന്നുള്ളത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും 10 എന്നുള്ളത് കോസ് അഗ്രിഗേറ്റിൻ്റെയും കോമ്പോസിഷനാണ്. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ ഈ റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് M5 കോൺക്രീറ്റ് കിട്ടുന്നത് എന്നാണ് കോഡിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ അതിനെയാണ് നോമിനൽ മിക്സ് എന്ന് പറയാം. അതേസമയം ഡിസൈൻ മിക്സ് എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻസിൽ നമുക്ക് ഈ കോഡിൽ പറഞ്ഞേക്കുന്ന അതേപോലെ മിക്സ് പ്രൊപ്പോർഷൻ എടുക്കാൻ പറ്റണം എന്നില്ല. അപ്പം ആസ് പെർ റിക്വയർമെൻറ്റ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ ആ ഗ്രേഡിനെ, ആ മിക്സിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഡിസൈൻ മിക്സ്. പിന്നെയുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്ത്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 95, ഇപ്പം നമ്മളൊരു 100 സാമ്പിൾസ് 100 ക്യൂബുകൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണ്, കംപ്രസീവ് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 5% മാത്രമേ ഫെയിലാവാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ, അതായത് 95% ക്യൂബുകളും ടെസ്റ്റ് പോസിറ്റീവ്, ആ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായിരിക്കണം. അപ്പം മിനിമം ആ 95% ടെസ്റ്റെങ്കിലും പാസ്സാവണം. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു സ്ട്രെങ്ത്തിനെയാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മിനിമം നമുക്ക് RCCയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ M5, M10, M15 ഇത് 3 നോർമൽ സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കോൺക്രീറ്റ് റേറ്റ്സ് ആയിട്ടും M20, 25 എന്നുള്ളത് സ്റ്റാൻഡേർഡ് സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നതും M3 and 35 എന്ന് പറയുന്ന ഹൈ സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. ടെസ്റ്റ് ഓഫ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ 6 ക്യൂബ്സാണ് എടുക്കാറുള്ളത്. ആ 6 ക്യൂബ്സും ഓരോ മോൾഡിലായിരിക്കും കാസ്റ്റ് ചെയ്തെടുക്കുക. 24 മണിക്കൂറിൽ ഈ മോൾഡിൽ അത് സെറ്റ് ചെയ്യാൻ വെക്കും. അതിനുശേഷം ക്യൂറിങ്, അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കുക ചെയ്യുക. ക്യൂറിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ±2 ഡിഗ്രി സെൽഷ്യസ് ആവാം. അപ്പോൾ ക്യൂറിങ് ചെയ്യും. പിന്നെ 3 ക്യൂബ്സ് 7 ദിവസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്യുകയും ബാക്കി വരുന്ന 3 ക്യൂബ്സ് 28 ദിവസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് 7 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്ന ക്യൂബിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ 70% സ്ട്രെങ്ത്തെങ്കിലും അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ 28 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്ന ക്യൂബ് 99% സ്ട്രെങ്ത്തെങ്കിലും അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ക്യൂബ്സ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിലാണ്. ഏത് ലോഡിനാണ് ഫെയിൽ ചെയ്യുന്നതെന്ന് നോക്കും. സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ആ ലോഡ് ബൈ ഏരിയ ആണ് ചെയ്യുന്നത്. ഈ ക്യൂബിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 150 by 150 by 150 ആണ്. 150 ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് 150 ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യയിലാണ് നമ്മൾ ക്യൂബ്സ് യൂസ് ചെയ്യുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ സിലിണ്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ക്യൂബ് സ്ട്രെങ്ത് ആണ് സിലിണ്ടർ സ്ട്രെങ്ത്തിനെക്കാട്ടിലും കൂടുതൽ എന്ന് പറയാം. സിലിണ്ടർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 0.8 times ക്യൂബ് സ്ട്രെങ്ത് എന്നാണ് പറയാം. പിന്നെ നമ്മുടെ കോൺക്രീറ്റിൻ്റെ ബാക്കി സ്ട്രെങ്ത്തുകളുടെ ഓർഡർ പറയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ടാണ് ഫ്ലെക്ചറൽ സ്ട്രെങ്ത്ത് വരും. അതിനെക്കാട്ടിലും കുറവായിരിക്കും സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്ത്. ഏറ്റവും കുറവാണ് ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ IS 456/1978 the pH value of water shall be. നമുക്ക് IS 456/1978 ആണ് RCC സ്ട്രക്ചേഴ്സിൻ്റെ കാര്യം പറയണം കോഡ്. അപ്പോൾ 456 സ്പെസിഫൈ ചെയ്തേക്കുന്ന ഇതനുസരിച്ച് pH വാല്യൂ 6-നെക്കാട്ടിലും കുറവാവാൻ പാടില്ല. അതിനെക്കാട്ടിലും കുറവായിട്ടുള്ള വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല കോൺക്രീറ്റ്. അതാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആസ് പെർ IS 456/1978 the pH value of water shall be not less than 6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The diameter of longitudinal bars of a column should never be less than. Longitudinal bars എന്ന് പറഞ്ഞാൽ ആ മെയിൻ ബാർസിന് കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ബാർസാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ്. അതിൻ്റെ ഡയമീറ്റർ 12 mm കുറവാവാൻ പാടില്ല, അതിനെക്കാട്ടിലും കൂടുതലാവാനേ പാടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the thickened part of flat slab over its supporting column is technically known as. അതായത് ഒരു ഫ്ലാറ്റ് സ്ലാബ് ഉണ്ട്. ആ ഫ്ലാറ്റ് സ്ലാബ് ഒരു കോളത്തിൻ്റെ മുകളിലായിരിക്കുമല്ലോ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. ആ കോളത്തിനെയും ഫ്ലാറ്റ് സ്ലാബിൻ്റെയും ഇടയ്ക്കായിട്ടുള്ള തിക്കണ്ട പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഡ്രോപ്പ് പാനൽ എന്നുള്ളത്. ഓക്കെ, ഇനിയാണ് ഡ്രോപ്പ് പാനൽ എന്ന് പറയാം.
ആ തിക്കൻ്റെ പാർട്ടാണ് ഡ്രോപ്പ് പാനൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An RCC beam not provided with shear reinforcement may develop cracks in the bottom inclined roughly at the horizontal angle. അപ്പം RCC ബീമിൻ്റെ അകത്ത് നമ്മളിപ്പം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഷിയർ ഫെയിലിയർ ഉണ്ടാവുന്നത് റഫ്ലി 45 ഡിഗ്രിയിലായിരിക്കും ഷിയർ ഫെയിലിയർ ഉണ്ടാവുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിമം ക്യൂബ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ പ്രീ സ്ട്രെസ്ഡ് മെമ്പർ ഇസ്. അതെന്ന് പറഞ്ഞാൽ ആൻസർ പറയാൻ 350 kg/cm². സാധാരണ ക്യൂബ് അല്ല, ഇത് പ്രീ സ്ട്രെസ്ഡ് മെമ്പറിൻ്റെ ക്യൂബ് ടെസ്റ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മിനിമം വേണ്ടത് 350 kg/cm² ആണ്. ഇതിൻ്റെ അകത്ത് പ്രീ സ്ട്രെസ്സിങ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കോൺക്രീറ്റ് ബ്ലോക്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ടെൻഷൻ അപ്ലൈ ചെയ്യും. പ്രീ സ്ട്രെസ്സ് കൊടുക്കുമെന്ന് പറയാൻ. അപ്പോൾ ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് എന്നിട്ട് ഈ ടെൻഷൻ അപ്ലൈ ചെയ്യുന്ന ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഒരു കംപ്രസീവ് സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും. ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന കംപ്രസീവ് സ്ട്രെസ്സ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ടെൻഡൻസ് ആണ് അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ടെൻഡൻസ് കാരണം ഇൻഡ്യൂസ് ചെയ്യുന്ന കംപ്രസീവ് സ്ട്രെസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ, ലോഡ് വരുന്ന സമയത്ത് ആ ലോഡ് കാരണം ഉണ്ടാവുന്ന ടെൻഷനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഇതാണ് പ്രീ സ്ട്രെസ്സിങ്ങിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ സ്ട്രെസ്സിങ്ങിൽ യൂസ് ചെയ്യുന്ന, ഇവിടെ ചോദിച്ചേക്കുന്ന പ്രീ സ്ട്രെസ്സിങ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം വേണ്ടുന്ന ക്യൂബ് സ്ട്രെങ്ത് എത്രയാണെന്നാണ്. 350 kg/cm² ആണ്. ഓക്കെ, ഇനി അടുത്ത് ഫോർ ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ഫോർ എ ബീം ദ വിഡ്ത്ത് ഈസ് അസ്യൂം ടു ബി. ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴേക്കും എന്ന് വെച്ചാൽ ബീമിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ വിഡ്ത്ത് അസ്യൂം ചെയ്യുന്നത് എന്താണെന്നാണ് 1/30th ഓഫ് ദ സ്പാൻ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു RCC ബീം ഡിസൈൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. RCC ബീമിൽ UDL ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏത് ബെൻഡിങ് മൊമെൻറ്റിനാണ് നമ്മൾ ആ UDL RCC സ്ട്രക്ചർ ഡിസൈൻ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ മിഡ് സ്പാനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. ഓക്കെ, മിഡ് സ്പാനിൽ മാക്സിമം ബെൻഡിങ് വരുന്നത് കൊണ്ട് തന്നെ ആ ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ RCC ബീം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് മിഡ് സ്പാൻ ആണ്. ഓക്കെ, ഡിസൈൻ ഓഫ് RCC സിംപ്ലി സപ്പോർട്ട് ബീം ക്യാരിയിങ് UDL ഇസ് ബേസ്ഡ് ഓൺ ദ റിസൾട്ടൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് മിഡ് സ്പാൻ ആണ് ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓപ്ഷൻ വളരെ എളുപ്പമാണ്. അതെന്തിനാണെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഒന്നാമത് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ, പിന്നെ രണ്ടാമത് ടെമ്പറേച്ചർ സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാൻ, ശ്രിങ്കേജ് സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാൻ. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഇതെല്ലാം ഓൾ ദ എബോവ് ആണ് ആൻസർ വരുന്നത്. ഇതെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ബാസ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബാസിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The amount of reinforcement for main bars in a slab is based upon maximum bending moment ആണ്. ഓപ്ഷൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ